അസ്സലാമു അലൈക്കും. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലാണ് ഏർവാടി. അതിൻ്റെ ആദ്യത്തെ പേര് പൗത്രമാണിക്യം എന്നായിരുന്നു. ഇവിടെ ഭരിച്ച ഇബ്രാഹിം ബാദുഷാ ഈ സ്ഥലത്തിന് ഏർബാദ് എന്ന് പേരിട്ടു. അത് പിന്നീട് ഏർവാടിയായി. ഈ ഏർബാദ് അദ്ദേഹം വന്ന മദീനയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു. ഏർവാടി പരിസരത്ത് 8 സിയാറത്ത് കേന്ദ്രങ്ങളാണുള്ളത്. കൂടാതെ ബോട്ടിംഗ് സൗകര്യമുള്ള ഒരു ബീച്ചുമുണ്ട്. ഈ കേന്ദ്രങ്ങളെക്കുറിച്ചെല്ലാം ഏർവാടി സീരീസിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കത് കാണാവുന്നതാണ്. നബി വംശത്തിൽപ്പെട്ട ഇബ്രാഹിം ബാദുഷാ മദീനയിലെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരിക്കൽ ഇന്ത്യയിൽ പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി. അദ്ദേഹം അങ്ങനെ സിന്ധിലും ഗുജറാത്തിലും വന്നും ഇസ്ലാമിക പ്രചാരണം നടത്തി ശേഷം തിരിച്ചുപോയി. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സ്വപ്നം കണ്ടു. അത് തെക്കേ ഇന്ത്യയിലേക്ക് പോകാനായിരുന്നു നബിയുടെ കൽപ്പന. തനിക്ക് അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് സർവസജ്ജമായി പോകേണ്ടതിനാൽ തുർക്കി, പലസ്തീൻ, യമൻ, ഈജിപ്റ്റ് തുടങ്ങിയ ഭരണാധികാരികളുടെ സഹായം അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ വേണ്ട ആളും അർത്ഥവും നൽകി. അങ്ങനെ 8ഓളം കപ്പലുകളിൽ 3000ഓളം ആളുകളാണ് ഇന്ത്യയിലേക്ക് വന്നത്. കേരളത്തിൽ കണ്ണൂരും കൊടുങ്ങല്ലൂരും കൊല്ലത്തും വന്നതായി പറയുന്നു. അവസാനം തമിഴ്നാടിൻ്റെ തീരമായ കായൽപട്ടണത്തെത്തി. അദ്ദേഹത്തിനൊപ്പം ഭാര്യയും 2 മക്കളും മാതാവും മറ്റു ബന്ധുക്കളും ഉണ്ടായിരുന്നു. ജിദ്ദയിലെ ഭരണാധികാരിയായിരുന്ന സിക്കന്ദർ ഷായും തുർക്കിയിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ അമീർ അബ്ബാസും അനേകം വൈദ്യശാസ്ത്ര വിദഗ്ധരും 120ഓളം സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് പാണ്ഡ്യരാജ്യം മധുര, തിരുനെൽവേലി, രാമനാഥപുരം എന്നീ ശാഖകളായി ആണ് ഭരിക്കപ്പെട്ടിരുന്നത്. കായൽപട്ടണത്തെത്തിയ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവും സംഘവും അവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി രാജാവിനോട് അനുമതി ചോദിച്ചു. തിരുനെൽവേലി രാജാവ് അത് സമ്മതിച്ചു. തൻ്റെ അയൽ രാജ്യവുമായി സൗഹൃദത്തിലല്ലായിരുന്ന രാജാവ് ഇവരുടെ സാന്നിധ്യം തനിക്ക് ശക്തി പകരുമെന്ന് വിശ്വസിച്ചു. പിന്നീട് അവർ വൈപ്പാറിലേക്ക് താമസം മാറ്റി. ഇതിനുശേഷം ഇബ്രാഹിം ബാദുഷാ തൻ്റെ 2 അനുയായികളെ മധുരയിലെ രാജാവിൻ്റെ അടുത്തേക്ക് ഇസ്ലാമിക സന്ദേശവുമായി അയച്ചു. അവിടെ ഇസ്ലാമിക പ്രവർത്തനത്തിനു വേണ്ടി അനുമതിയും ആവശ്യപ്പെട്ടു. മധുര രാജാവായ വീരപാണ്ഡ്യൻ അതിന് അനുകൂലമല്ലായിരുന്നു. താമസിയാതെ ചോളരുടെ ആക്രമണത്തിൽ വീരപാണ്ഡ്യന് പരാജയം സംഭവിക്കുകയും അദ്ദേഹം തിരുപ്പതിയിലേക്ക് ഒളിച്ചോടിപ്പോവുകയും ചെയ്തു. ഇതിനുശേഷം മുസ്ലിം സൈന്യത്തിന് മുമ്പിൽ ചോള രാജാവ് പരാജയപ്പെട്ടു. അങ്ങനെ മധുരയുടെ ഭരണം മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു. ഇബ്രാഹിം ബാദുഷാ ഭരണം സിക്കന്ദർ ഷായെ ഏൽപ്പിച്ചു. അദ്ദേഹം രാമനാഥപുരത്തേക്ക് നീങ്ങി. മധുര പിടിച്ചടക്കിയത് ഇഷ്ടപ്പെടാതിരുന്ന രാമനാഥപുരം രാജാവ് തിരുനെൽവേലി രാജാവുമായി ചേർന്ന് യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധത്തിലാണ് ഇബ്രാഹിം ബാദുഷായുടെ ഭാഗത്തുനിന്നും അനവധി പേർ ഷഹീദാവുന്നത്. വൈപ്പാറിനും ഏർവാടിക്കും ഇടയിൽ പല സ്ഥലത്തും ഏറ്റുമുട്ടൽ നടന്നു. 9 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 2 ഭാഗത്തും ആൾനാശം സംഭവിച്ചു. യുദ്ധത്തിൻ്റെ ആദ്യ ദിനം ഇബ്രാഹിം ബാദുഷാ അവരുടെ ഭാഗത്തു നിന്നും മരിച്ചത് ഖാദർ എന്നവരായിരുന്നു. 2ാം ദിനം ഷംസുദ്ദീൻ എന്നവരും 3ാം ദിനം അമീർ അബ്ബാസ് മന്ത്രി വധിക്കപ്പെട്ടു. 4ാം ദിനം സയ്യിദ് മൊഹീദ്ദീനും 6ാം ദിനം സൈനുൽ ആബിദും 8ാം ദിനം ഇമയാൻ 9ാം ദിനം ഇബ്രാഹിം ബാദുഷായുടെ മകൻ അബു താഹിറും വധിക്കപ്പെട്ടു. രാമനാഥപുരം ഭരിച്ചിരുന്ന വിക്രമപാണ്ഡ്യൻ്റെ സേനാനായകരായ സുന്ദരപാണ്ഡ്യനും സൗന്ദര്യപാണ്ഡ്യനും ആദ്യ ദിനം വധിക്കപ്പെട്ടു. 2ാം ദിനം അവരിലെ ജയശൂരപാണ്ഡ്യനും അതിവീരപാണ്ഡ്യനും വധിക്കപ്പെട്ടു. 3ാം ദിനം വിക്രമപാണ്ഡ്യൻ്റെ മകൻ ചന്ദ്രൻ പാണ്ഡ്യൻ, കലികാല പാണ്ഡ്യനും അതുപോലെ വധിക്കപ്പെട്ടു. 4ാം ദിനം കോപാണ്ഡ്യ പാണ്ഡ്യനും വധിക്കപ്പെട്ടു. 5-7 ദിനങ്ങളിൽ പരാക്രമ പാണ്ഡ്യൻ, ഇന്ദിര പാണ്ഡ്യൻ എന്നിവർ യഥാക്രമം കൊല്ലപ്പെട്ടു. 10ാം ദിനം ഇബ്രാഹിം ബാദുഷാ രാജാവായ വിക്രമപാണ്ഡ്യനെ കൊന്നു. അതോടെ രാമനാഥപുരവും ഇബ്രാഹിം ബാദുഷായുടെ കയ്യിൽ വന്നു ചേർന്നു. തൻ്റെ ഇളയ സഹോദരനായ ഇസ്മായിൽ എന്നവരുടെ മകൻ ഇസ്ഹാക്കിനെയാണ് രാമനാഥപുരം ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. ഇബ്രാഹിം ബാദുഷാ മതപ്രബോധന രംഗത്തേക്ക് നീങ്ങി. 12.5 വർഷത്തോളം ഇവർ ജനകീയമായ ഭരണം കാഴ്ചവെച്ചു. ഇതിനുശേഷം ചോള രാജാവ് ഇബ്രാഹിം ബാദുഷായെ സമീപിക്കുകയും മധുരയുടെ ഭരണം തങ്ങളെ ഏൽപ്പിക്കണമെന്നും എന്നാൽ നിങ്ങൾക്ക്
മതപ്രബോധനം നടത്താൻ തടസ്സമില്ലെന്നും പറയുകയും ചെയ്തു. ഭരണത്തിൽ താൽപ്പര്യം കുറഞ്ഞ ഇബ്രാഹിം ബാദ്ഷാ അത് സ്വീകരിച്ചുകൊണ്ട് ഭരണം ചോളരെ ഏൽപ്പിച്ചു. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സിക്കന്ദർ ബാദ്ഷാ രാമനാഥപുരത്തേക്ക് തിരിച്ചു വന്നു. എന്നാൽ ചോള രാജാവിനെ തോൽപ്പിച്ചു. ആദ്യം ഇവിടെ നിന്ന് മധുരയുടെ ഭരണാധികാരിയായിരുന്ന തിരുപ്പതിയിൽ അഭയം പ്രാപിച്ചിരുന്ന തിരുപാണ്ഡ്യൻ തിരിച്ചു വരികയും ചോള രാജാവിനെ തോൽപ്പിച്ച് മധുരയുടെ ഭരണം അവർ ഏറ്റെടുത്തു. എന്ന് മാത്രമല്ല, തിരുപാണ്ഡ്യൻ ഇബ്രാഹിം ബാദ്ഷയെ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. അതായത്, രാമനാഥപുരത്ത് താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ വന്ന അറബ് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം അനിവാര്യമായി. ഈ യുദ്ധത്തിലാണ് ഇബ്രാഹിം ബാദ്ഷാ ഷഹീദാവുന്നത്. കീഴടങ്ങിയ രാമനാഥപുരം ഭരണാധികാരി ഇസ്ഹാഖ് എന്നിവരെ കൊട്ടാരത്തിൽ നിന്നും മാറി താമസിക്കാൻ അനുവദിച്ചു. എങ്കിലും അധികം താമസിയാതെ ഇസ്ഹാക്കിനെയും മധുര ഭരിച്ചിരുന്ന സിക്കന്ദർ ഷായെയും ചതിയിലൂടെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. സിക്കന്ദർ ഷായെ മധുരക്കടുത്തുള്ള തിരുപ്പുറം കുന്നിൽ കബറടക്കം ചെയ്യപ്പെട്ടു. ഇസ്ഹാഖ് എന്നിവർ സാറാവുമ്മ ദർഗയിലാണ് കബറടക്കം ചെയ്യപ്പെട്ടത്. വീരപാണ്ഡ്യൻ അഥവാ തിരുപാണ്ഡ്യൻ യുദ്ധത്തിൽ ബാദ്ഷാ റളിയല്ലാഹുവിനെ വകവരുത്തിയെങ്കിലും അദ്ദേഹത്തിന് ഈ യുദ്ധത്തിൽ മാരകമായ മുറിവേറ്റിരുന്നു. അതുകൊണ്ട് 3-ാം ദിനം അദ്ദേഹം മരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഭരിച്ചിരുന്നത്. ശുഹദാക്കളെല്ലാം കബറടക്കിയെങ്കിലും ദീർഘകാലം പിന്നെ ആരാലും അവഗണിക്കപ്പെട്ട സ്ഥലമായിരുന്നു ഏർവാടി. ഇബ്രാഹിം ബാദ്ഷാ അവരുടെ അനിയൻ ഇസ്മായിലും അവരുടെ മകൻ ഭരണാധിപനായിരുന്ന ഇസ്ഹാഖും സാറാവുമ്മ ദർഗയിൽ ആണ് കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ സന്താന പരമ്പര ഇനി പറയും പോലെയാണ്: ഇബ്രാഹിം, ഇസ്മായിൽ, ഹുസൈൻ, ബാക്കിർ, അഹമ്മദ്. അഹമ്മദിൻ്റെ കാലത്ത് ഇബ്രാഹിം ബാദ്ഷാ അവരോട് മധുരക്കടുത്തുള്ള കണവ എന്ന സ്ഥലത്തേക്ക് മാറാൻ അവരോട് സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. അങ്ങനെ അവരുടെ സന്താനങ്ങളായ മുഹമ്മദ് ഇബ്രാഹിം, കാസിം, മുർസൽ ഇബ്രാഹിം എന്നിവരെല്ലാം കണവയിലാണ് താമസിച്ചിരുന്നത്. അവരുടെ സന്താനത്തിൽപ്പെട്ട നല്ല ഇബ്രാഹിമിന് ഇതുപോലെ മറ്റൊരു സ്വപ്നദർശനമുണ്ടായി. ഏർവാടിയിൽ വന്ന് തങ്ങളുടെ കബറിടങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം എന്ന ഒരു സ്വപ്നം. ഇത് 18-ാം നൂറ്റാണ്ടിലായിരുന്നു. ഈ നല്ല ഇബ്രാഹിം എന്നവരുടെ കബറിടം ബാദ്ഷാ റളിയല്ലാഹുവിൻ്റെ കബറിടത്തിനടുത്ത് തന്നെയാണ്. ഈ വിവരം രാജാവെല്ലാം അറിയുകയും രാജാവിൻ്റെ അന്നത്തെ രാജാവായ സേതുപതി രാജാവിൻ്റെ അമ്മാവന് കുഷ്ഠം രോഗം മാറാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അത് മാറുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജാവ് സേതുപതിക്ക് തന്നെ സന്താനമില്ലാത്ത അവസ്ഥയിൽ അതും ഇവിടെ പരാതിപ്പെടുകയും നല്ല ഇബ്രാഹിം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് സന്താനമുണ്ടായി. അങ്ങനെ ഈ സേതുപതിയാണ് ദർഗയ്ക്ക് കീഴിൽ 6666 ഏക്കർ സൗജന്യമായി നൽകിയത്. ഇതിനു ശേഷമാണ് ഏർവാടിയുടെ പ്രസിദ്ധി ലോകം ഒട്ടേക്കും ഉണ്ടായത്. ഏർവാടിയിൽ നടന്ന യുദ്ധം പ്രവാചകൻ്റെ കാലത്തെ യുദ്ധത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ്. പ്രവാചകൻ്റെ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, ഇസ്ലാമിൻ്റെ പ്രചരണം എന്ന നിലക്കായിരുന്നു ആ യുദ്ധങ്ങൾ ആവശ്യമായി വന്നത്. ഏർവാടിയിലും അവിടുത്തെ ജനങ്ങളുടെ ഉയർന്ന ലെവൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ഏർവാടിയിലെ പ്രധാന ദർഗയിൽ അടക്കം ചെയ്യപ്പെട്ടവർ ഇവരാണ്: ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹു, അവരുടെ മാതാവ് ഫാത്തിമ, മകൻ അബൂ താഹിർ. ഈ ദർഗയോട് ചേർന്നുകൊണ്ട് കിഴക്കേ പാർശ്വത്തിൽ അവരുടെ അളിയൻ സൈനുൽ ആബിദിനെ കബറടക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ദർഗ രണ്ടാമത് കണ്ടെത്തിയ നല്ല ഇബ്രാഹിമിൻ്റെ ദർഗയും പിന്നെ ഇബ്രാഹിം ബാദ്ഷായുടെ പെങ്ങൾ റാബിയ എന്നിവരുടെ ദർഗ കാണാം. പടിഞ്ഞാറ് ഭാഗത്ത് ഇവരുടെ ഭാര്യ സെയ്ദ് അലി ഫാത്തിമ, മറിയം ബീവി, ഫാത്തിമത്ത് സുഹറ, ഡോക്ടർ ജൈലാനി ഉമ്മ, ഡോക്ടർ മഹ്മൂദ ഉമ്മ, ഡോക്ടർ സുഹറ ഉമ്മാൾ, ഡോക്ടർ യൂസഫ്, ഡോക്ടർ ജാഫർ മുഹമ്മദ്, ദുൽഖർനൈൻ സിക്കന്ദർ എന്നിവരുടെ കബറിടങ്ങൾ കാണാം. വടക്ക് ഭാഗത്തായിട്ട് മക്ക ഭരണാധികാരികളായിരുന്ന ഷംസുദ്ദീൻ,
നൂറുദ്ദീൻ, ഖമറുദ്ദീൻ എന്നിവരുടെ കബറിടമാണ്. ഇതുകൂടാതെ മറ്റു ചില പേര് രേഖപ്പെടുത്താത്ത കബറിടങ്ങളും കാണാം. ഏറുവാടിയിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള കാട്ടിലപ്പള്ളിയിൽ ഉള്ളവർ പ്രധാനപ്പെട്ടവർ സെയ്ദ് അബ്ബാസ് മന്ത്രി, സെയ്ദ് ഖാദർ മന്ത്രി, സെയ്ദ് മുഹീദ്ദീൻ മന്ത്രി എന്നിവരും ഡോക്ടർ അബ്ദുൽ ഹക്കീം, ഡോക്ടർ അബ്ദുള്ള, ഡോക്ടർ ജാഫർ സാദിഖ്, ഡോക്ടർ റുക്കിയ അമ്മാൾ എന്നിവരുടെ കബറിടങ്ങൾ കാണാം. കൂടാതെ സെയ്ദ് വീരർ അബ്ദുള്ള, സെയ്ദ് ചന്ദനപ്പീർ, സെയ്ദ് അഹമ്മദ് റൂമി, സെയ്ദ് അബ്ദുൽ ഖാദർ ജൈലാനി, സെയ്ദ് അബ്ദുൽ ഖാദർ സമദാനി, സെയ്ദ് അലി, സെയ്ദ് കുൽസും ബീവി, സെയ്ദ് ബൽക്കീസ് ഉമ്മാൾ എന്നിവരും സുലൈഹ ഉമ്മാൾ, ഹംസത്തുൽ ബഷീർ, പത്താൻ സാഹിബ്, മീരാൻ സാഹിബ്, ഫക്കീറന്മാർ എന്നിവരുടെ കബറിടങ്ങളും കാണാം. ഇതുകൂടാതെ ഈ പറഞ്ഞ പോലെ പേര് രേഖപ്പെടുത്താത്ത അനവധി കബറിടങ്ങളും കാട്ടിലപ്പള്ളിയിൽ കാണാം. കാട്ടിലപ്പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ അവിടെയുള്ള സാറാവുമ്മ ദർഗയിൽ ഇബ്രാഹിം ബാദുഷാ അവരുടെ അനിയനായ ഇസ്മായിൽ അവരുടെ മകൻ ഇസ്ഹാക്ക് അവരുടെയും, കൂടാതെ അവരുടെ താഴെയിൽ വരുന്ന ഹുസൈൻ, ബാക്കീർ, ഖാസിം എന്നിവരുടെ കബറിടം കാണാം. സ്ത്രീകളായിട്ട് സാറാ ഉമ്മാളും പിന്നെ സബൂറ ഉമ്മാളും ജൈനബ ഉമ്മാളും ഉണ്ട്. വാലിനോക്കത്തുള്ള കബറിടങ്ങളിലുള്ള പേരുകൾ പ്രത്യേകമായിട്ടുള്ള വീഡിയോയിലുണ്ട്. അതുപോലെ അർക്കാസ് ഉമ്മ ദർഗയിലും വേറെ ചില ശുഹദാക്കൾ അടക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ തബീബുൽ ആദം സയ്യിദ് അബ്ദുൽ ഹക്കീം ഡോക്ടർ ദർഗ എല്ലാ രോഗത്തിനും മരുന്ന് കൊടുക്കും. സ്വപ്നത്തിൽ ഓപ്പറേഷൻ നടത്തുന്ന മഹാൻ ഹക്കീം ഡോക്ടർ അബ്ദുൽ ഹക്കീം ഷഹീദ് റളിയല്ലാഹു തീർത്ഥാടകർക്കുള്ള നേർച്ച വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട വസ്തുക്കളെല്ലാം മക്കാമിനുള്ളിൽ തന്നെ വെച്ചത് കണ്ട് ആദ്യം ഒരു അരോചകമായി തോന്നിയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അവിടെ വെച്ചാൽ ഉണ്ടാകുന്ന ബർക്കത്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു തബറുക്ക് എന്ന നിലക്ക് അത് അവിടെ വെച്ചിരിക്കുകയാണ്. തമിഴിനോടൊപ്പമോ അതിലധികമോ മലയാള ബോർഡുകൾ കാണാം. ഇതിൻ്റെ അർത്ഥം ഇവിടെ വരുന്നതിൽ വലിയൊരു ശതമാനവും മലയാളികളാണ് എന്നതാണ്. എല്ലാ സ്ഥലത്തും ഹുണ്ടികൾക്ക് യാതൊരു കുറവുമില്ല. എല്ലാ സ്ഥലത്തും ഇതുതന്നെ. മറ്റു വിധത്തിൽ മാറാത്തതും അല്ലാത്തതുമായ പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ ഇവിടെ വരുന്നത്. പലപ്പോഴും ചികിത്സാ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് സ്വപ്നത്തിലൂടെയാണെന്ന് പറയപ്പെടുന്നു. അതിനുവേണ്ടി അവർ ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ഇവിടെ താമസിക്കുന്നു. മുമ്പ് നടന്ന ഏറുവാടി തീപിടുത്തത്തിന് ശേഷം ഇപ്പോൾ അന്നത്തെ പോലെ ചങ്ങലയിൽ ബന്ധിക്കുന്ന സംഭവം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാവർക്കും ശരിയായ പരിഹാരം ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല. കൂടുതലും മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം ഒപ്പം നൽകുമ്പോൾ ചിലപ്പോൾ അതുവഴിയായിരിക്കാം എളുപ്പത്തിൽ ഇതിന് പരിഹാരങ്ങൾ ലഭിക്കുന്നത്. പല മാനസിക അസ്വാസ്ഥ്യങ്ങളും കാലങ്ങൾ കൊണ്ട് സ്വയം മാറുന്നതാണ്. അതെല്ലാം ഇവിടെ വന്ന് ചിലപ്പോൾ ഗുരുതരമാകാനോ മറ്റോ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ ചികിത്സയുടെ ഫലപ്രാപ്തിയൊന്നും നമുക്ക് നിർവചിക്കാൻ ആവില്ല. പ്രത്യേകിച്ചും പണത്തിന് വേണ്ടിയുള്ള ഒരു ആക്രാന്തം എവിടെയും കാണാം. മഹാന്മാരുടെ പൊരുത്തവും ഈ പണത്തിനോടുള്ള ആർത്തിയും തമ്മിൽ ഒത്തുപോകുന്നതല്ലല്ലോ. ഏതായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏറുവാടി, മുത്തുപ്പേട്ട, നാഗൂർ എല്ലാം ഒരാൾ സന്ദർശിക്കേണ്ടതാണ്. നേർച്ച സീസൺ അല്ലാത്ത കാലത്ത് വന്നാൽ താമസ സൗകര്യത്തിന് വലിയ പ്രയാസമൊന്നും ഏറുവാടിയിൽ ഇല്ല. തീർത്ഥാടന സ്ഥലം എന്ന നിലക്ക് ഭക്ഷണത്തിന് അല്പം വില കൂടുതലാണ്. പക്ഷേ സൗജന്യമായ ലഭിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. മാനസിക അസ്വാസ്ഥ്യമുള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാട്ടിലപ്പള്ളിയിൽ എത്തിയത് രാത്രിയാണ്.
അവിടെ കറണ്ട് പോയതുകൊണ്ട് വ്യക്തമായ വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒഴിവാക്കപ്പെടാനാവാത്ത ഒരേടാണ് ഏറുവാടിയുടെ ഇത്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രാർത്ഥനയിൽ പണ്ട് മുതൽക്കേ ഇബ്രാഹിം ബാദ്ഷായുടെ പേര് ഉയർന്നു കേൾക്കാറുണ്ട്. ഏറുവാടി ശുഹദാക്കളുടെ മദദ് നമ്മളിൽ ഉണ്ടാവട്ടെ. ആമീൻ.